ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ട് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് സാധിക്കുക എന്നുള്ളത് പലർക്കുള്ളൊരു ഡൗട്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്ന ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ആ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ പ്ലസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പ്യൂർലി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ്. സാധാരണ ഫസ്റ്റ് ഡൗട്ട് എല്ലാവർക്കും വരിക കാരണം വെച്ചാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സയൻസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പലപ്പോഴും ഡൗട്ട് വരാറുണ്ട്. സോ ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർലി മാനേജ്മെൻറ്റ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഏത് സ്ട്രീം ആയിക്കോട്ടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ +2 ഇപ്പോൾ സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം. അതേപോലെ തന്നെ ഡിഗ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BBയോ BComോ BSCയോ BAയോ ഏത് ക്വാളിഫിക്കേഷൻ തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അതിനൊപ്പം തന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയും കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ്, ലോകത്തിലെ ഏത് റീജിയനിൽ പോയാലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നുള്ള ഓപ്ഷൻസ് ഉള്ളതാണ്. ഒരുപാട് അവസരമുള്ള ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. അതിനൊപ്പം തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറ്റുന്ന കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കോഴ്സിൻ്റെ ടൈറ്റിൽ മാത്രമേ നോക്കാറുള്ളൂ. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴ്സ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണോ? അല്ല. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല കുട്ടികൾക്കും പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കും കൂടിയാണ് അത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇൻഡസ്ട്രിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിലാണോ ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് ഇപ്പോൾ പഠിക്കണേ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ NABHൻ്റെ കടന്നു വരവോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഇത്രയധികം അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായും NABHനെ കുറിച്ച് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ചായിക്കോട്ടെ, ഇൻഷുറൻസ് കാര്യങ്ങളെക്കുറിച്ചായിക്കോട്ടെ, അതിനൊപ്പം തന്നെ കോമൺ ആയി വരുന്ന ഒരുപാട് HR മാനേജ്മെൻറ്റ്, പർച്ചേസിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സിന് ഒരുപാട് അവസരങ്ങൾ തരുന്ന ഒരു കോഴ്സും കൂടിയാണ്. ഒരൊറ്റ കോഴ്സ് വഴി +2 ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇരിക്കും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, വിദേശ രാജ്യങ്ങളിലായാലും ഹോസ്പിറ്റൽ മേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് അത്രയും ഡീറ്റെയിൽഡ് സിലബസ് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും സബ്ജക്ട് നോളജ് നമുക്ക് കിട്ടുള്ളൂ. ആ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ നമുക്ക് നല്ലൊരു കരിയർ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊപ്പം തന്നെ ഇന്ന് AI കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എഫക്റ്റീവായിട്ട് എസ്പെഷ്യലി പർച്ചേസിങ് സെക്ഷനിലായിക്കോട്ടെ HR മേഖലയിലായിക്കോട്ടെ നമുക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ എന്താണ് ഓപ്ഷനിലേക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് അല്ലാതെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.